1977 അഭിഭാഷക ജീവിതം ആരംഭിച്ച ജസ്റ്റിസ് പി സദാശിവം 2013 ജൂലൈ 19 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെത്തിയ ആദ്യ തമിഴ്നാട്ടുകാരനായിരുന്നു അദ്ദേഹം. ദയാഹർജിയിൽ തീർപ്പ് നീണ്ടുപോയാൽ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കാമെന്ന വിധി ചീഫ് ജസ്റ്റിസ് സദാശിവം അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് പരിഗണന നൽകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. രാജീവ് ഗാന്ധി വധക്കേസിലെ 3 പ്രതികളുടെയും വധശിക്ഷ ജീവപര്യന്തമാക്കിയത് അദ്ദേഹം അധ്യക്ഷനായ ബെഞ്ചാണ്. എന്നാൽ ഈ 3 പ്രതികളുടെയും മോചന കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വിധികളും ഏറെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികളെ തിരസ്കരിക്കാനുള്ള അവകാശം വോട്ടർമാർക്ക് നൽകാൻ നോട്ടാ ബട്ടൺ ഏർപ്പെടുത്തിയ വിധിയാണ് അതിൽ പ്രധാനം. നാമനിർദ്ദേശ പത്രികകളിൽ ഒരു കോളവും സ്ഥാനാർത്ഥികൾ ഒഴിച്ചിടരുതെന്നും അങ്ങനെ ചെയ്താൽ പത്രിക തള്ളുമെന്നുള്ള വിധിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ വിധി കാരണമാണ് യശോദാബെൻ തന്റെ ഭാര്യയാണെന്ന് ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ജുഡീഷ്യറിയിലുള്ളവർക്ക് ഒരു റാങ്കിന് ഒരു പെൻഷൻ, ഏത് സമുദായത്തിലുള്ളവർക്കും കുട്ടികളെ ദത്തെടുക്കാം തുടങ്ങിയവയും ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നിർദ്ദേശങ്ങളാണ്. എന്നാൽ മായാവതിയുടെ സ്വത്ത് സമ്പാദന കേസിൽ പുറപ്പെടുവിച്ച അനുകൂല വിധിയോട് സുപ്രീം കോടതിയിലെ തന്നെ പല അഭിഭാഷകർക്കും എതിർപ്പുണ്ടായിരുന്നു. പി സദാശിവത്തിന് ശേഷം നിയമിതനാകുന്ന ജസ്റ്റിസ് RM ലോധ 2008 ഡിസംബറിലാണ് സുപ്രീം കോടതി ജസ്റ്റിസായി നിയമിതനായത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.